ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കിടയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചില പ്രവർത്തനങ്ങൾ നടത്തി. അതായത് ബലൂജിലെ 71 ഇടങ്ങളിൽ ആക്രമണം നടത്തി. അതും 51 സ്ഥലങ്ങളിലോ മറ്റുമാണ്. അപ്പോൾ അവർ വലിയ അവകാശവാദം ഉന്നയിക്കുന്നത് ആഭ്യന്തര കലാപം ശക്തമാണെന്നാണോ? അതായത് ആ യുദ്ധങ്ങൾക്കിടയ്ക്ക് അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ മൂർധന്യത്തിൽ ആണിത് ചെയ്തതെന്ന് അവരുടെ ഒരു പ്രസ്താവന BLAയുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വന്നിട്ടുണ്ട്. അതായത് നമ്മളും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാതെ, സാധാരണഗതിയിൽ ബലൂചിസ്ഥാൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, ആ സമയത്ത് ശ്രദ്ധിക്കാതെ പോയതാണ്. ഇതിൽ ഇന്ത്യക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു ഉപദേശമുണ്ട് ഇതിൻ്റെ അകത്ത്. പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കരുത്, കാപട്യമാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് പാകിസ്ഥാൻ, ISI ഭീകരതയുടെ കേന്ദ്രമാണ്, വളർത്തു കേന്ദ്രമാണെന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ 71 ഏകോപിച്ച ആക്രമണങ്ങൾ 51 കേന്ദ്രങ്ങളിൽ നടന്നു എന്നാണ്. അപ്പോൾ ചില ലൊക്കേഷനുകളിൽ ഒന്നിൽ കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 51 കേന്ദ്രങ്ങളിൽ 71 ഏകോപിച്ച ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ, ചാരകേന്ദ്രങ്ങളിൽ, അതായത് മിലിറ്ററി സൈറ്റ്സ്, ഇൻ്റലിജൻസ് സൈറ്റ്സ്, ഇത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം ഇന്ത്യ ഒരു ആക്രമണം നടത്തുമ്പോൾ അപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ്വ, വേണമെങ്കിൽ സിന്ധിലുമൊക്കെ പാകിസ്ഥാനെതിരെ തന്നെ ആക്രമണങ്ങൾ അതൊരവസരമായിട്ട് കരുതിയിട്ട് അവിടുത്തെ വിമതസേനകളുണ്ടല്ലോ, പാകിസ്ഥാനെതിരായ സേനകൾ, ഖൈബർ പക്തൂൺഖ്വയിലാണെങ്കിൽ TTP, അവർ ചിലതൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഒരു സുവർണാവസരമാണ്, അവർ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നടത്തിയിട്ടുണ്ട്, അതാണ്. എന്നിട്ട് അവർ പ്രസ്താവനയിൽ പറയുകയാണ്, ഞങ്ങൾ ഒരു രാജ്യത്തിൻ്റെയും നിഴലല്ല. ഇന്ത്യയുടെ നിഴലാണെന്നാണല്ലോ പാകിസ്ഥാൻ പറയുന്നത്, BLA. ഞങ്ങളൊരു രാജ്യത്തിൻ്റെയും നിഴലല്ല, ഞങ്ങളൊരു രാജ്യത്തിൻ്റെയും പാവയല്ല, നിശബ്ദ സാക്ഷികളുമല്ല. ഭാവിയിലെ സൈനിക, രാഷ്ട്രീയ, നയതന്ത്ര സംവിധാനത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ ഇടമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാകാൻ പോകുന്നു എന്നാണ് ഈ പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടേതായ നയതന്ത്രം, ഞങ്ങളുടേതായ സൈന്യം, രാഷ്ട്രീയ സംവിധാനം, ഭരണകൂടം, ഇതാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭീകരതയെ പരിപോഷിപ്പിച്ച് സമാധാന വർത്തമാനം പറയുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അവരുടെ പ്രസ്താവനയിലുള്ളതാണ്. ഇന്ത്യ ഓർക്കണം, ഇവരുടെ സമാധാന വർത്തമാനം, പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ, അത് ഒക്കെ കാപട്യമാണ്, സാഹോദര്യവും, അവർ പറയുന്ന സാഹോദര്യവും കാപട്യമാണ്. അപ്പോൾ വെടിനിർത്തൽ തുടരുകയില്ല എന്ന് BLAയുടെ നിലപാട് വ്യക്തമാണ്. ആ നിലപാടും അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നതാണല്ലോ. ഈ പാകിസ്ഥാൻ്റെ കയ്യിൽ, പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ കയ്യിലൊക്കെ ചോരയാണുള്ളത്. എല്ലാ വാഗ്ദാനവും അതിൽ മുഖ്യതാണ് എന്നും ആ പ്രസ്താവനയിലുണ്ട്. ഈ BLAയുടെ വക്താവ് ജിയാന്ത് ബലൂച്ച് പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൻ്റെ മൂർധന്യത്തിൽ BLA 71 ആക്രമണങ്ങൾ നടത്തി, പല മണിക്കൂറുകൾ, 51 ഇടത്ത് ബലൂചിസ്ഥാൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിലിറ്ററി കോൺവോയ്സ് എന്ന് പറഞ്ഞാൽ സൈന്യ വ്യൂഹങ്ങൾ, ചാര കേന്ദ്രങ്ങൾ, ധാതുമണൽ കയറ്റിയ വാഹനങ്ങൾ, ഇതൊക്കെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ISI എന്ന് പറയുന്നത് ഭീകരതയുടെ വളർത്തു കേന്ദ്രമാണ്. ഇറ്റ്സ് എ ന്യൂക്ലിയർ സ്റ്റേറ്റ് ഓഫ് വയലൻ്റ് ഐഡിയോളജി, ഇതാണ് പ്രയോഗം. ഇത് ഹിംസാത്മകമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആണവ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ മുനീർ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നു, പട്ടാള മേധാവി, വെറും 1500 പേരാണ് ഈ BLA നടക്കുന്നത്. ഞങ്ങളത് സൈന്യം വിചാരിച്ച എല്ലാത്തിനെയും കൂടെ തൂത്തുറക്കി കൊന്നുകളയെന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ, എന്തൊരു അപഹാസ്യമായ പ്രസ്താവനയായിരുന്നു അത്. അപ്പോൾ ഇവർ മറുപടി കൊടുത്തു, 1500 അല്ല എന്ന് പറഞ്ഞ് 71 ആക്രമണം, 51 കേന്ദ്രങ്ങളിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഷാഹിദ് ഖാൻ അബ്ബാസി പറഞ്ഞിരുന്നു, ബലൂചിസ്ഥാൻ
പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരും ഉന്നതോദ്യോഗസ്ഥരുമൊക്കെ രാത്രി ഇപ്പം അകമ്പടിയില്ലാതെ പുറത്തിറങ്ങാറില്ല, അദ്ദേഹം പറഞ്ഞു. പേടിച്ചിട്ടേ BLA-കാർ ഇരുട്ടിലെവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. ഈ ഷാഹിദ് ഖാൻ അബ്ബാസി 2017-18 പ്രധാനമന്ത്രിയായിരുന്നു പാകിസ്ഥാൻ്റെ. ഇതിപ്പോൾ ബലൂചിസ്ഥാൻ പോസ്റ്റിലാണ്, വേറെ എവിടെയോ ഈ ഷാഹിദ് ഖാൻ അബ്ബാസി കൊടുത്ത അഭിമുഖത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ പോസ്റ്റ്. ഈ മുനീർ പറഞ്ഞിരുന്നല്ലോ 1500 പേർ മാത്രമാണ് ബലൂചിസ്ഥാനിലെ അക്രമങ്ങളുടെ ഉത്തരവാദികൾ. അതങ്ങനെയൊന്നും അല്ല എന്നും മുൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് അസംബന്ധമാണ് മുനീർ പറഞ്ഞത്. അയാൾ പറയട്ടെ, അയാൾ അങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ന് അബ്ബാസി പറയുന്നു. ഇത് മെയ് 5-ാം തീയതി നടന്ന അഭിമുഖമാണ്. മെയ് 6-ാം തീയതി തന്നെ 14 പട്ടാളക്കാരെ ബൊളാൻ, കേച്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ 2 ആക്രമണങ്ങളിലായിട്ട് BLA വകവരുത്തിയിരുന്നു. അത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാതെ പോയ ഒരു ആക്രമണമാണ് യുദ്ധത്തിൻ്റെ ഇടയ്ക്ക്. 2 ആക്രമണങ്ങളിലായിട്ട് 14 പട്ടാളക്കാരെ കൊന്നിരുന്നു. അത് 2 സ്ഥലങ്ങളിലായിട്ട്, ബൊളാനിലും കേച്ചിലും ബലൂചിസ്ഥാനിൽ. അപ്പോൾ ഇദ്ദേഹം അബ്ബാസി പറഞ്ഞിട്ടുണ്ട്, ക്വറ്റ ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനം, ക്വറ്റയിൽ രാത്രിയായാൽ ഭൂമിയിൽ സർക്കാർ സാന്നിധ്യം അപ്രത്യക്ഷമാകും. ക്രമസമാധാനം തകർന്നത് മാത്രമല്ല, അവിടെ ഭരണകൂടത്തിന് ഒരു അധികാരവും ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹം പറയാണ്, സായുധ ബലൂച്ച് പോരാളികൾ പ്രധാന ഹൈവേകളിൽ റോന്തു ചുറ്റുന്നു. പോലീസല്ല, അവരുടെ കയ്യിലാണ്, റോന്തു ചുറ്റുന്ന അവരാണ്. ചെക്ക് പോയിന്റുകൾ അവർ സ്ഥാപിച്ചിരിക്കുന്നു, എല്ലാവരെയും പരിശോധിക്കുന്നു. മണിക്കൂറുകൾ നഗരങ്ങൾ അവരുടെ പിടിയിലാണ്. ഈ നവാസ് ലീഗ് ഉണ്ടല്ലോ, നവാസ് ഷെറീഫിൻ്റെ മുസ്ലിം ലീഗ്, അതിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ അബ്ബാസി. 2017 ഓഗസ്റ്റ് മുതൽ 2018 മെയ് വരെ ഷെറീഫിനെ അയോഗ്യനാക്കിയ ഒരു സംഭവം ഉണ്ടായി അവിടെ. നവാസ് ഷെറീഫിനെ സുപ്രീം കോടതിയൊക്കെ അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആയതാണ്. 2024 കഴിഞ്ഞ കൊല്ലം മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയി അബ്ബാസി. 2023 അബ്ബാസി പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധി കാരണം പാകിസ്ഥാനിൽ പട്ടാള ഭരണം വരാം എന്ന് 2 കൊല്ലം മുമ്പ് അബ്ബാസി പറയുകയും ചെയ്തിരുന്നു. അതായത് സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധി പാകിസ്ഥാനിൽ രൂക്ഷമാണ്. ചൈനയുടെ ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഉണ്ടല്ലോ, സാമ്പത്തിക ഇടനാഴി, അത് ഗ്വാദാർ പോർട്ട്, പിന്നെ ഈ വിദൂരമായ തർബത്ത്, പഞ്ചുഗർ എന്നീ സ്ഥലങ്ങൾ മാത്രമല്ല, തലസ്ഥാനമായിട്ടുള്ള ക്വറ്റ പോലും സുരക്ഷിതമല്ല എന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഏറ്റവും ജനവാസം കുറഞ്ഞ പ്രവിശ്യകളിലൊന്നാണ്. പക്ഷേ ഭൂവിഭാഗം എന്നുള്ളതിലേക്ക് 50% പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനാണ്. പക്ഷെ ജനസംഖ്യ കുറവാണ് തന്നെ. ജനസംഖ്യ വളരെ കുറവാണ്. ധാതു മണൽ ധാരാളം ഉണ്ട്, ധാതു സമ്പത്ത് ധാരാളം ഉണ്ട്. പിന്നെ ഇപ്പോൾ മെഹ്റാങ് ബലൂച്ച് ജയിലാണല്ലോ, സ്ത്രീകൾ ധാരാളം ഉണ്ട്. ബലൂച്ച് സ്ത്രീകൾ ചാവേറായിട്ട് മാറി ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. അപ്പം മാർച്ചിൽ ഈ ജാഫർ എക്സ്പ്രസ് ആക്രമണം നടന്നിരുന്നല്ലോ, 40 പട്ടാളക്കാരെ അതിൽ കൊന്നിരുന്നു. 2023 2024 40% കാഷ്വാലിറ്റി, മരണനിരക്ക് കൂടിയിട്ടുണ്ടെന്ന് കണക്ക് വന്നിട്ടുണ്ട്. 383 പേര് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടലിൻ്റെ കണക്കാണ് നമ്മളീ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാനിൽ ഈ 14 പട്ടാളക്കാരെ കൊന്നത് IED സ്ഫോടനങ്ങളിലാണ്. പട്ടാള വാഹനങ്ങൾ തകർത്തിട്ടാണ് ഇവർ കൊന്നിരിക്കുന്നത്. അത് ഏപ്രിൽ 15-ന് 3 പേരെ പോലീസ് ട്രക്ക് ഇതുപോലെ സ്ഫോടനം നടത്തി കൊന്നിരുന്നു. കലാത്ത് ജില്ലയിലെ മാങ്കോച്ചർ ടൗൺ പിടിച്ചിട്ടുമുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. മാങ്കോച്ചർ നഗരം
ഇപ്പോൾ BLAയുടെ കയ്യിലാണ്. ഗവൺമെൻറ് ഓഫീസുകളൊക്കെ കത്തിച്ചു. ക്വറ്റ കറാച്ചി ഹൈവേ ഇവർ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു. ഹൈവേയിൽ മുഴുവൻ BLA ആണ്. ചില ഉദ്യോഗസ്ഥരെ പട്ടാളക്കാരെയൊക്കെ ബന്ദികളാക്കി വെച്ചിട്ടുമുണ്ട്. അവർ മുഖം മൂടി ധരിച്ച BLA പോരാളികൾ മംഗോച്ചറിൽ ഹൈവേ ബ്ലോക്ക് ചെയ്തു, ക്ലോസ് ചെയ്തു. അത് എന്നിട്ട് പല വാഹനങ്ങളും തടഞ്ഞു, പരിശോധിച്ചു. ആ ചന്തയിൽ കയറി സർക്കാർ കെട്ടിടങ്ങൾ തീവച്ചു. ചന്തയിലൊക്കെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ. ഈ കഴിഞ്ഞ 28-ാം തീയതി 10 പട്ടാളക്കാരെ IED ആക്രമണത്തിൽ കൊന്നിരുന്നു. ഏപ്രിൽ 28-ന് പസ്നിയിൽ ISI ചാരൻ മുഹമ്മദ് നവാസിനെ BLA കൊന്നിരുന്നു. ജാഫർ എക്സ്പ്രസ് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴാണ് ഇപ്പോൾ ഈ 14 പട്ടാളക്കാരെ കൊന്നിരിക്കുന്നത്. മുൻപ് ബലൂചിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി സിയ ലാംഗോവിൻ്റെ 4 അംഗരക്ഷകരെ കൊന്നിരുന്നു. അയാൾ ISI പാവയാണ് ഈ ആഭ്യന്തരമന്ത്രി സിയ ലാംഗോവ് എന്ന് BLA പറഞ്ഞിരുന്നു. ക്വറ്റയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണിപ്പോൾ BLA പിടിച്ചിരിക്കുന്ന മാംഗോച്ചർ. 2022-ൽ അജ്ഞാതര് അവിടെ വെടിയുതിർത്തിരുന്നു. മാംഗോച്ചറിൽ BLAയും പട്ടാളവും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ യുദ്ധം ഉണ്ടായത്. പാക് പട്ടാള കോർ ആക്രമിച്ചിട്ടുണ്ട്, ആയുധങ്ങൾ പിടിച്ചെടുത്ത് കൊണ്ട് പോയിട്ടുമുണ്ട് BLA. അപ്പോൾ 2 ആക്രമണങ്ങളിലാണ് 14 പേരെ പട്ടാളക്കാരെ കൊന്നത്. ബൊലാനും കേച്ചും. സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് അതിൽപ്പെട്ട പട്ടാളക്കാരെയാണ് കൊന്നത്. റിമോട്ട് കൺട്രോൾ IED ആക്രമണമായിരുന്നു. മിലിറ്ററി കോൺവോയ് അത് ഷോർക്കണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഷോർക്കണ്ട്, മാക്ക്, ബൊലാൻ അവിടെയാണ് 12 പേരെ കൊന്നത് ഈ സ്ഥലങ്ങളിൽ. സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാൻ, പിന്നെ സുബേദാർ ഉമർ ഫറൂഖ് ഇവരുമൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ വാഹനമാണ് തകർന്നത്. ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിനെ പലയിടത്തും ആക്രമിച്ചിട്ടുണ്ട്. കുലാഗ്, ടിഗ്രാൻ, കേച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ റിമോട്ട് IED ഉപയോഗിച്ചിട്ട് മെയ് 6-ാം തീയതി അങ്ങനെ ഒരു ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിനെയും ആക്രമിച്ചിരുന്നു. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ സ്വതന്ത്രമായി കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് മുൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ 71 ആക്രമണങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് BLA നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അസീം മുനീർ ഇവരെ നമുക്ക് വളരെ നിഷ്പ്രയാസം തീർക്കാൻ പറ്റും. അവരൊരു 1000-1500 പേര് വിചാരിച്ചാൽ നമ്മളേതാണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വലിയൊരു സമൂഹത്തിന് മുമ്പിലാണ് പ്രസംഗിച്ചത്. അത് അവർ ചിലപ്പം പ്രകോപനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അപമാനമാണല്ലോ. അവരെത്രയോ പട്ടാള ക്യാമ്പുകൾ ആക്രമിച്ചിട്ടുണ്ടല്ലേ. വനിതാ ചാവേറുകൾ തന്നെ ആക്രമണത്തിലൊക്കെ പട്ടാള ക്യാമ്പ് ക്വറ്റയിലെ ക്യാമ്പ് ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വനിതാ ചാവേർ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചൈനീസ് അക്കാദമിക വിഭാഗത്തിൽ കയറിയിട്ട് അവിടെ പഠിപ്പിച്ചിരുന്ന പ്രൊഫസറെയൊക്കെ വകവരുത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. വലിയ ആർമിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്. വലിയ ഗ്രൗണ്ട് സപ്പോർട്ടാണ്. ബലൂചിസ്ഥാനിലെ ജനം അവരുടെ കൂടെയാണ്. കാരണം ചൈനയ്ക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ. അതുകൊണ്ട് ചൈനീസ് എഞ്ചിനീയർമാരെ കൊല്ലുന്നു. ചൈന ഓപ്പറേറ്റ് ചെയ്യുന്ന ഗ്വാദർ പോർട്ട് ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നു. അവിടെ ഒരു വിമാനത്താവളം ചൈന പുതുതായിട്ട് തുറന്നിട്ട് യാത്രക്കാരില്ല, വിമാനങ്ങളുമില്ല. ഇതാണ് ബലൂചിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.